ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതി അബ്ദുൾ നാസർ പ്യൂണായി ജോലി ചെയ്തിരുന്ന മലപ്പുറം മാദീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലീസിന്റെ തെളിവെടുപ്പ് നടക്കുകയാണ്. അരുൺ അമർനാഥാണ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പമുള്ളത്. തെളിവെടുപ്പിനായി എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. അരുണ, തെളിവെടുപ്പ് പൂർത്തിയായോ? എന്തെല്ലാമാണ് അവിടെ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? പ്രതീക്ഷ മാർഷൽ, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷന്റെ ഫൗണ്ടറും സിഇഒയുമായ ഒന്നാം പ്രതി ഷുഹൈബ്, ഒപ്പം തന്നെ രണ്ടാം പ്രതി അധ്യാപകരായ ഫഹദ്, മൂന്നാം പ്രതി ജിഷ്ണു, ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ ഉറവിടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിയത്. അത് മലപ്പുറം മാദിൻ അക്കാദമിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ, അൺഎയ്ഡഡ് സ്കൂളായി മലപ്പുറം മേൽമുറിയിൽ പ്രവർത്തിക്കുന്ന മാദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണ് കൂടിയായ നാലാം പ്രതി ഈ അബ്ദുൾ നാസറാണ് ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ഇവരിലേക്ക് എത്തിക്കുന്നത് എന്നൊരു നിർണായകമായ വിവരം അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചു. അതിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. മാദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി പോലീസ് തെളിവെടുപ്പ് നടക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഈ തെളിവെടുപ്പ് ആരംഭിച്ചത്. അപ്പോൾ ഈ വിദ്യാലയവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഒപ്പം തന്നെ എത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇയാൾ ശേഖരിച്ചത്? എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ കൈമാറിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നത് കൂടിയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. അതിന്റെ തുടരന്വേഷണത്തിലേക്കാണ് എന്തായാലും ഈ ഘട്ടത്തിൽ പോലീസ് കടന്നിരിക്കുന്നത്. പ്രധാനമായും ഈ 4 പ്രതികളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്നാം പ്രതിയായ ഷുഹൈബ്, രണ്ടാം പ്രതി ഫഹദ്, മൂന്നാം പ്രതി ജിഷ്ണു, ഒപ്പം തന്നെ ഈ 4ാം പ്രതിയായ പ്യൂണ് അബ്ദുൾ നാസർ. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.